കുരുമുളക് എങ്ങനെ നടാനായിട്ട് ചെടിയിൽ നിന്ന് പറിച്ചെടുക്കണ്ടെന്നുള്ളത് കാണിക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ മണ്ണിൽ നിന്ന് പോയിട്ടുള്ള കുരുമുളകിൻ്റെ തൈയാണ്. ഇതിൽ നിന്ന് നമുക്ക് കുരുമുളക് ഉണ്ടാക്കുന്നതാണ്. നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് നോക്കാം കേട്ടോ, കാണിച്ചു തരാം. ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള മണ്ണിൽ പടർന്ന് വേരുള്ളത് എടുക്കുക, എന്നിട്ട് മുറിക്കുക, പായി പിടിപ്പിക്കുക. കുരുമുളക് അപ്പോൾ നമുക്ക് ആവശ്യം പോലെ ഉണ്ടാക്കാൻ പറ്റൂല. നമുക്ക് പോയിട്ടുണ്ടാക്കാം. അപ്പം നമുക്ക് ആവശ്യമുള്ള ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വേറെ മണ്ണിൽ നിന്ന് പോയി എടുക്കണം, അതാണ് വേര് നല്ലത്. അതെവിടെ ഇവിടെ ഉണ്ട്, അത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് നടുന്ന രീതി അവിടെ ചെന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ അവിടുന്ന് തണ്ട് കുരുമുളകിൻ്റെ അവിടുന്ന് പൊട്ടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്ത് ഇതാ വേരോട് കൂടിയിട്ടുള്ളതെന്ന് മടിച്ചു വന്നിട്ടുള്ളത്. ഇനി നമുക്ക് നടാനുള്ള രൂപത്തിലാക്കിയതിനു ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. എല്ലാം മണ്ണും മണ്ണെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. മുറിക്കുമ്പോൾ നമ്മൾ രണ്ട് മുട്ട് ഇട്ടാ, തണ്ടല്ല, 2 മുട്ട് നിർത്തിയും കൊണ്ട് വേണം മുറിച്ചെടുക്കാനായിട്ട്. ഈ ഇലകളും കളയാം, വേര് നമ്മൾ ഭൂമിയിൽ നിന്ന് എടുത്ത് അവിടെ നിന്ന് പറിച്ചുകൊണ്ടുവന്നാൽ അത് വെട്ടികളെ ഈ രൂപത്തിലാക്കി ഇടാം. ഇത് വെട്ടി റെഡിയാക്കിയതിന് ശേഷം അത് ചെയ്യാം. അല്ല, ഇതേമാതിരി കളയാം, വേരുകൾ മുറിച്ചോളെ, പഴയ വേരുകളെ എല്ലാം കളയാം. അതായത് ഇപ്പം നമ്മുടെ തണ്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് മണ്ണൊന്ന് ശരിയാക്കാം. അപ്പം ഇതിൽ ഉപയോഗിക്കാൻ ഞാൻ എടുത്തിട്ടുള്ള മണ്ണ് ഇതേ ചുമപ്പ മണ്ണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കുറച്ച് മണ്ണല്ലി, ഇത് നമ്മുടെ ചാണകം, ഇതും കൂടി 3 കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ വളത്തിന് അതില്ല, കുരുമുളകിന് ഏറ്റവും നല്ലത് വളമാണ്. വളം ചേർത്ത് കുരുമുളക് കൊടുക്കാം കേട്ടോ. ഇത് നട്ടതിന് ശേഷം കൊടുക്കാം. നമുക്ക് മണ്ണ് റെഡിയാക്കേണ്ട ചാണം, മണല്, ചുമപ്പ മണ്ണും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ ഗ്രോ ബാഗ് നമ്മൾ പണ്ട് പച്ചക്കറി നട്ടിട്ടുള്ളതാണ്. അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് നട്ടു കൊടുക്കാം. അപ്പം നമുക്ക് ഉണ്ടാക്കാൻ നമുക്ക് മേടിക്കാതെ നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് നമ്മുടെ സ്വന്തം കുരുമുളക് എടുത്ത് ഞാൻ ഉണ്ടാക്കേണ്ട രീതിയാണ് ഇപ്പം ഞാൻ ഈ കാണിക്കുന്നത് കേട്ടോ. ഞാൻ ഈ ഗ്രോ ബാഗിൽ നടാനായിട്ട് 4 പീസാണ് നടാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ചിലപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് പിടിച്ചില്ലെങ്കിലും 3 അല്ലെങ്കിൽ 2 എന്തായാലും പിടിച്ച് കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ 2 മുട്ടുള്ള സാധനമാണ് എപ്പോഴും നമ്മൾ നടേണ്ടത് കേട്ടോ, കൂടുതൽ വേണ്ട. എന്നിട്ട് 1 മുട്ട് നമുക്ക് ആദ്യം മണ്ണിട്ട് വയ്ക്കാം. ഇപ്പോൾ ഈ ഗ്രോ ബാഗിൽ ഫുള്ള് ചെയ്യാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വലുത് ഇനി കുറച്ചും കൂടി ഇതതിന് ശേഷം നമ്മൾക്ക് ചെയ്യാമല്ലോ, വളമിട്ട് കൊടുക്കാം, മണ്ണിട്ട് കൊടുക്കാം. അപ്പം അതിനൊരു ഗ്യാപ്പ് നമ്മൾ കണക്കാക്കുക. അതിൻ്റെ പേരിൽ ഇതേ നട്ട് നമ്മൾ ആയിട്ടൊന്ന് വെള്ളം തെളിച്ചു കൊടുക്കാം കേട്ടോ. നട്ട് കഴിഞ്ഞതിന് ശേഷം ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇനി ഇലയൊക്കെ വന്ന് കുറച്ചായതിന് ശേഷം നമുക്ക് കുറച്ചും കൂടി ചാണകം ഇട്ടും കാഞ്ഞിട്ട് മണ്ണും മിക്സ് ചെയ്ത് ഇട്ടതിന് ശേഷം ഗ്രോ ബാഗ്. അപ്പോൾ പതുക്കെ ഗ്രോ ബാഗ് നിറഞ്ഞു വരും. നമുക്ക് അതാ നല്ലത്. ഇത് കൂടാതെ തന്നെ ഞാൻ വേറെ ഒരു രൂപത്തിലും ഇതേമാതിരി തന്നെ ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഒരു കുപ്പിയിലാണ് അത് മുറിച്ച് കൊണ്ടുവന്ന് കാഞ്ഞിട്ട് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുള്ളത്. ഇതാടാ, അതിൻ്റെ വേരുകൾ ഇപ്പോൾ പിടിച്ചു. ഇതാ ആ പുതിയ വേര് വന്നിട്ടുള്ളതാണ്. അവിടെ ഈ വെളുത്തത് കാണുന്നതൊക്കെ പുതിയ വേരിൻ്റെയാണ്. അപ്പം അതും കൂടി നമുക്കൊന്ന് വേറെ സെപ്പറേറ്റ് നട്ട് ഞാൻ നടന്ന് കാണിച്ചുതരാം. വേര് പിടിച്ച് തണ്ടാണ് നമ്മൾ കുഴിച്ചിടുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ആ വേര് ഇതാവാനുള്ള കണ്ടീഷനിൽ നമ്മൾ കുഴിച്ചിടുക. നിറച്ച് ആ വേര് മൂടി നിൽക്കണ ലെവലിൽ മണ്ണിട്ട് കൊടുക്കാം. അപ്പോൾ ഏതാണ് ഇങ്ങനെ ചെയ്താലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇതൊരു 10 ദിവസമായിട്ടുണ്ട് ഞാൻ മുറിച്ചും കാഞ്ഞിട്ട് കുപ്പിയിലിട്ട് വെച്ചത്. ആ 10 ദിവസം എത്തിയപ്പോൾ നമുക്ക് വേര് ഇതായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയും നമുക്ക് ചെയ്യാം. കുരുമുളക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ റെഡിയാക്കി നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ കാശ്
അപ്പൊ ഞാൻ 2 തരത്തിൽ ഇതിപ്പോ നട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കൂടാണ്ട് നമുക്ക് നേരെ വേണമെങ്കിൽ അതും പൊട്ടിച്ച് നമുക്ക് വേറെ ഇവിടെ എന്റെ അവിടെ കൊണ്ട് കുഴിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവും കേട്ടോ. ഞാനിപ്പോ ഇങ്ങനെ ചെയ്തെന്നുള്ളൂ. അപ്പൊ ഏതാ സൗകര്യം അത് കുറ്റിക്കുരുമുളക്, ഇതാണ് കുറ്റിക്കുരുമുളകായിട്ട് നമുക്ക് പെട്ടെന്നായിട്ട് കിട്ടാം. അതിന്റെ വില ഞങ്ങൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമുക്കിത് നടേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂൺ മാസത്തിലാണ് നടേണ്ട സമയം. അപ്പൊ ഇതിനേക്ക് ഇതിന്റെ വേരൊക്കെ പിടിച്ച് തളിർത്ത് വരും. അപ്പൊ നമുക്ക് നടാം. അപ്പൊ ഇതിന്റെ ഉള്ളിൽ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുരുമുളക് എപ്പോഴും നല്ലതല്ലേ, എല്ലാവരും കുടുംബത്തിൽ ഉണ്ടാവണേ അത് നല്ലതല്ലേ. കുരുമുളക് എല്ലാം കൊണ്ടും നല്ലതാണ്. അപ്പൊ കുരുമുളക് വള്ളി ഉള്ള ആൾക്കാർ ഇതേമാതിരി ചെയ്താണെങ്കിൽ നമുക്ക് ആദായം കൂടുതലുണ്ടാവും. പിന്നെ നടാനായിട്ട് മാവ്, പ്ലാവ്, അടയ്ക്കാമരം ഈ വക സാധനങ്ങളോടാണ് ഇതിന്റെ കുരുമുളക് നമുക്ക് ഏറ്റവും നല്ല നടാനായിട്ട് പ്രയോജനമായിട്ടുള്ള മരങ്ങൾ കേട്ടോ. അപ്പൊ നമുക്ക്